ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. നമുക്ക് കാണാം 22,669 അവിടെ നിന്നാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നേരിട്ടൊരു സപ്പോർട്ടിലേക്ക് വരികയായിരുന്നു, അതായത് 22,557 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിലേക്ക് വരികയായിരുന്നു. പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കുറച്ച് അടിലേക്ക് പോകാൻ നോക്കി നിഫ്റ്റി 22,520 വരെ എത്തി. പിന്നെയും സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് പോയി അവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ ടോട്ടൽ ഇത്ര ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ മാർക്കറ്റിൽ. കാര്യം രാവിലത്തെ ഒരു ഫോൾ നമുക്ക് കാണാമല്ലോ, ഈ ഒരു ഫോളാണ്. അതായത് 22,669 22,557 വരെയുള്ള ഒരു ദൂരം. അതായിരുന്നു ആകെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഇന്നത്തെ. ഈ ഒരു കണ്ടീഷനിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ട്രാപ്പിംഗ് ആണ്. ഇതൊക്കെയും കാണുന്നത് ട്രാപ്പിംഗ് ആണ്. എൻ്റെ ഇടയിലേക്ക് SL പോകാൻ സാധ്യതയുണ്ട്. ആകെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മോർണിംഗിലത്തെ ആ സെക്ഷനാണ്. ഒരു 10 മണി വരെയുള്ള സെക്ഷനാണ്. അത്യാവശ്യം 10 മണി 10:30 വരെയുള്ള സെക്ഷനാണ്. അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടിയത് എല്ലാവർക്കും. അതിലാണ് പ്രോഫിറ്റ് നല്ല രീതിക്ക് ജനറേറ്റ് ചെയ്യേണ്ടാവുക. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇതേപോലെ സിനാരിയോ തന്നെയാണ്. രാവിലെ തുടങ്ങി, പിന്നെ ഒറ്റയടിക്ക് അടിയിലേക്ക് നല്ല ഫോളായി, സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്തു, പിന്നെ ഹ്യൂജ് ഫോൾ അടിയിലേക്ക് പിന്നെയും വന്നു. അതായത് 48,716 48,318 വരെ ഈസി റണ്ണായിരുന്നു കേട്ടോ. അത് 10:30 ടൈം കൊണ്ട് തന്നെ ഈസി റണ്ണായിരുന്നു. അത് കുറേ ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. പിന്നെ മാർക്കറ്റ് പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. നമുക്ക് കാണാം 48,514 48,318 ഇടയിലായിരുന്നു മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടായിരുന്നു ഇവിടെ. പിന്നെയും ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും അടുത്തൊരു റെസിസ്റ്റൻസിലേക്ക് ബാങ്ക് നിഫ്റ്റി പോയി. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. പിന്നെയും റീട്രേസ് ചെയ്തിട്ട് പിന്നെയും ഈ പറഞ്ഞ സപ്പോർട്ടിലേക്ക് വന്നു. പിന്നെയും കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ ഈ കൺസോൾട്ടേഷനൊക്കെ തന്നെയാണ്. അത് 48,716 അതൊന്നും ബ്രേക്ക് ചെയ്യാനുള്ളൊരു പവറൊന്നും ബാങ്ക് നിഫ്റ്റിക്കൊന്നും ആയിട്ടില്ല. ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടോട്ടൽ മാർക്കറ്റിൽ ഒരു 10:30 വരെ ഒന്ന് ശരിക്കും ട്രേഡിങ് ഉണ്ടായിട്ടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഓപ്ഷൻ ബയേഴ്സാണ്. ഓപ്ഷൻ സെല്ലേഴ്സ് 10:30 കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ അവരുടെയാണ്. അങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. 2 സെക്ഷനാണെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് 10:30 വരെ ടൈമുള്ളൂ. ഓപ്ഷൻ സെല്ലേഴ്സിനാണ് ബാക്കിയുള്ള ടൈം ഫുള്ളും മാർക്കറ്റ് കൊടുത്തേക്കണത്. മനസ്സിലായാല് പ്രീമിയം മെൽറ്റിങ് അവിടെ നടക്കുകയുള്ളൂ. അതിനും മാത്രം പ്രോഫിറ്റ് ഒന്നും ഇവിടെ നിന്ന് കിട്ടാൻ പോകുള്ളത് നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് കിട്ടിയേക്കുന്ന ട്രേഡ് 10:30 വരെയാണ് നല്ല ട്രേഡുകൾ കിട്ടിയേക്കുന്നത്. അല്ലാണ്ട് 3:30 വരെ ഒന്നും ആർക്കും ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. ട്രേഡ് വന്നിരുന്നു കേട്ടോ. ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൺസോൾട്ടേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ട്രേഡ് വന്നിരുന്നു. കോസ്റ്റ് എക്സിറ്റ് ഒക്കെയാണ് പലതും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വൃത്തിക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ കുറേയൊക്കെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അത്യാവശ്യം റിട്ടേൺസൊക്കെ കിട്ടും. കുറേ ആൾക്കാർ കൊല്ലങ്ങളായിട്ട് പഠിക്കുന്നുണ്ടാവും സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങനെ വരയ്ക്കാം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മാർക്കറ്റ് റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അത് നിങ്ങൾക്കും പഠിക്കാൻ ഈസിയാണ്. നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ്, മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി ഈ 5 സെക്ഷൻസിലും നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട്, ട്രേഡ് കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സെക്ഷൻസിലൊക്കെ ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ബിഗിനേഴ്സ് മാത്രമല്ല, അത്യാവശ്യം കാശ് പോയവരുണ്ടാവും, കാശ് കിട്ടിയവരുണ്ടാവും, നല്ല ട്രേഡേഴ്സ് ഉണ്ടാവും, അടിപൊളി ട്രേഡേഴ്സ് ഉണ്ടാവും, എന്നാൽ ബിഗിനേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈസിയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അവർക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ വല്ല ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞൊരു ലെവലിൽ നിങ്ങൾ കയറി മേടിക്കുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വല്ല ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അതിലൊക്കെ എങ്ങനെയാണ് CN ആണോ അല്ലെങ്കിൽ PN ആണോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സ്ട്രൈക്കിലാണ് ട്രേഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാവരും സ്ട്രൈക്കിലേക്ക് ട്രേഡ് ചെയ്യണേ? എല്ലാവരും സ്ട്രൈക്കിൽ ഞാൻ ട്രേഡ് ചെയ്യണത്. പക്ഷേ സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പോട്ട് നോക്കിട്ടാ. ഏതെങ്കിലും ഒരു സ്പോട്ടിൽ റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കിങ് അല്ലെങ്കിൽ അതിന് പാറ്റേൺ ബ്രേക്കിങ് ഇങ്ങനത്തെ ഓരോന്ന് നടക്കുന്ന സമയത്താണ്, ഇങ്ങനത്തെ ഓരോ ബ്രേക്കിങ്ങുകൾ നടക്കുന്ന സമയത്താണ് നിങ്ങൾ സ്ട്രൈക്കിനെ പെട്ടെന്ന് ട്രേഡ് ചെയ്യുക. അതായത് ബ്രേക്കിംഗ് നടന്ന് അപ്പം സ്ട്രൈക്കിക്ക് വന്നു പ്രൈസ് എടുത്ത് ട്രേഡ് ചെയ്തു. ഞാൻ അങ്ങനെയല്ല ഫോളോ ചെയ്യണത്. നമ്മൾ പ്യുവർലി പറയുകയാണെങ്കിൽ ഞാൻ സ്പോട്ട് നോക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്പോട്ട് നോക്കിയിട്ട്
അതിനും മാത്രം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. സ്പോട്ട് തന്നെ നോക്കുന്നുണ്ട്. ഞാൻ സ്പോട്ട് നോക്കണ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെയാണ് ഇപ്പം ഞാൻ കാണിച്ചതല്ലേ. സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിൻ്റെ എവിടെയാണ് ക്യാൻഡിൽസ് നിൽക്കുന്നത്, സൈഡ് വൈസ് ആയോ എന്ന് അറിയാൻ വേണ്ടിയാണ് സ്പോട്ട് നോക്കുന്നത്. അല്ലാണ്ട് ബ്രേക്കിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എനിക്ക് ട്രേഡ് എടുക്കാം അങ്ങനെയല്ല. നമ്മളൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണ നേരത്ത് നമുക്ക് അതിൻ്റെ മുമ്പേ അല്ലെങ്കിൽ അതിന് ശേഷമോ ഈ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നിങ്ങനെ മുമ്പേ നമുക്ക് സ്ട്രൈക്കിൽ ട്രേഡ് ആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ അതിന് ശേഷം ട്രേഡ് ആക്ടിവേറ്റ് ആവും. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആണ് സെഗ്മെൻറ്റ് നിങ്ങൾ പഠിക്കുക. നമ്മളൊരു ബയ്യേഴ്സ് ലോസിങ്, സെല്ലേഴ്സ് റിജക്ഷൻ, ഈ കൺസെപ്റ്റൊക്കെയാണ് നോക്കണത്. ഈ രണ്ട് കൺസെപ്റ്റ് കറക്റ്റ് ആയാലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്യൂർലി ഞാൻ സ്ട്രൈക്ക് നോക്കിയിട്ട് ചെയ്യുന്ന ആളാണ്. പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ സ്ട്രൈക്ക് നോക്കിയിട്ടാണ്, സ്ട്രൈക്കിലാണ് ഫുൾ ട്രേഡ് എടുക്കുന്നത്. അതായത് സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ടാണ് എല്ലാ പരിപാടികളും ചെയ്യണത്. അത് ഇത്തിരി നിങ്ങളും അങ്ങനെ ശീലിച്ച് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും കേട്ടോ. അത് ഞാൻ എടുത്ത് പറയണില്ല, അതങ്ങനെയാണത്. സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഒരു അഡ്വാൻറ്റേജ് സ്ട്രൈക്ക് നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. നമുക്കൊന്നുണ്ടായിരുന്നത് ഇത്രയും സ്ട്രൈക്കുകളാണ്. അതായത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലായിട്ട് ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നു. സെൻസസും മിഡ് ക്യാപ്പും ഫിൻ നിഫ്റ്റിയൊക്കെ ചോദിക്കണവർക്കാണ് പറഞ്ഞു കൊടുക്കണത്. ഞാൻ സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഞാനൊന്നും ഇടണമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ സ്ട്രൈക്കും കാര്യം ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻസസിൻ്റെ ഒരു സ്ട്രൈക്ക് കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഇടുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതാണ് അതിൽ കൊടുക്കണത്. അല്ലാണ്ട് അത് കാര്യം എല്ലാം കൂടി നിങ്ങൾ ഇതിലിപ്പോൾ ഓൾറെഡി PEC ഞാൻ ഇടും, ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും. അപ്പോൾ തന്നെ 4 സെക്ഷനായി. ഇനി സെൻസസും മിഡ് ക്യാപ്പൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട സ്ട്രൈക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. വളരെ ഈസി ആയിട്ട് ഉള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയണത് കേട്ടോ. ഈസി വെയിറ്റ് കമ്മ്യൂണിക്കേഷൻ. നമുക്കുണ്ടായിരുന്ന ട്രേഡാണ് 22,550 PE. ഒരെണ്ണം നമുക്ക് ഈ ട്രേഡ് നമുക്ക് കോസ്റ്റാണ്. നമുക്ക് ബയ്യേഴ്സ് ലോസ് ചെയ്യണം. ഞാൻ ഇന്നത്തെ വീഡിയോസിൽ ഞാനിപ്പോൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് പറയാം. ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ് സെറ്റപ്പ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇനി ട്രേഡ് എടുക്കുന്നവർക്കും ഇനി വരടിക്കുന്നവർക്കും കറക്റ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നവരുണ്ടാകും കുറേ ആൾക്കാർ. കുറേ ദിവസമായി, കുറേ വീഡിയോസ് മുമ്പാണ് ഞാൻ നമ്മുടെ സെറ്റപ്പിനൊന്ന് പറഞ്ഞേക്കണത്. ഇന്നിപ്പോൾ ഒന്നുകൂടിയും പറയാമെന്ന് വെച്ചു, മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റ് നോക്കുക. ഇവിടെ ഒരു ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കുക. ലിമിറ്റിൽ ട്രേഡ് കിട്ടും. പിന്നെ കുറേ നേരം അവിടെ നിന്ന കാരണം ഞാൻ നമ്മുടെ കോസ്റ്റ് ജോസ് എക്സിറ്റ് അടിച്ചോളാൻ പറഞ്ഞു. അതങ്ങനെയാണ് കോസ്റ്റ് ജോസ് അയക്കണത്. രണ്ടാമത്തെ ട്രേഡ് റീ എൻട്രി ആണ്. ഈ റീ എൻട്രി ഞാൻ ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് 10 പോയിന്റ് കിട്ടിയ ട്രേഡാണ്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു ട്രേഡ് വന്നു, കോസ്റ്റ് ജോസ് അല്ലെങ്കിൽ എസ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ പ്രൈസ് ആ ലെവലിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുക്കാം എന്നുള്ള ഞാൻ ഒരു 100 വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിലും സെപ്പറേറ്റൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ടാർഗറ്റ് ട്രേഡാണ് കേട്ടോ. 48,900 PE. നമ്മൾ നോക്കുക. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിലാണ്, സെക്കൻഡ് മിനിറ്റ് ക്യാൻഡിൽ ഇത്, തേർഡ് മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. 4th മിനിറ്റ് 5th മിനിറ്റിൽ കറക്റ്റ് ഡിമാൻഡ് പ്രൈസ് 485 എത്തി. ഞാൻ അത് ലിമിറ്റിൽ മേടിക്കാനാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവരുടെ അടുത്തും ലിമിറ്റിൽ അല്ലെങ്കിൽ SLക്ക് വരേണ്ട നേരത്തെ മേടിക്കാൻ. ഇത് കറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രൈസ് ഉണ്ട് ഇതിന്. അതായത് 482 മേടിക്കാൻ പറഞ്ഞു. 485 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു 10 പോയിന്റ് ഗ്യാപ്പിന് കിട്ടും. ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതോ ജസ്റ്റ് ഒരു തിങ്കിങ് ആണ് മെയിൻലി പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ട്രേഡായിരുന്നു കേട്ടോ അത്. നമുക്ക് കാണാമല്ലോ. ഇത് 486 85 726 വരെ പോയിട്ടുള്ള ട്രേഡാണ്. ഒരു 240-250 പോയിന്റ് 250 പോയിന്റിൻ്റെ ഒരു ട്രേഡാണ്. കണ്ടിന്യൂസ് റണ്ണാണത്. ഈ ഒരു വലിയ ട്രേഡാണ് നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കുണ്ടായിരുന്ന വേറെ ട്രേഡ് 49,000 CEയിലാണ്. ഒരെണ്ണത്തിന് 30 പോയിന്റ് കിട്ടി, ഒരെണ്ണം കോസ്റ്റായി. നമുക്ക് കാണാമല്ലോ. 30 പോയിന്റ് കിട്ടി, തിരിച്ചടിയിലേക്ക് പോന്നു. തിരിച്ച് കയറിയപ്പോൾ ബയ്യേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു, ലിമിറ്റിൽ നിന്ന് എടുത്തു. പിന്നെ ഇത് കോസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ അതിന് മാത്രം ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ല. ഞാൻ കോസ്റ്റ് ഇറങ്ങാനാണ് പറഞ്ഞത്. കുറേ നേരമായിട്ട് ഈ SL സൈഡിൽ കളിക്കണതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ 22,750 PE. ഇത് നിഫ്റ്റിയിൽ രാവിലെ വന്ന ട്രേഡുകളാണ്. ഈ ട്രേഡൊക്കെ മിസ്സായ ട്രേഡുകളാണ്. മിസ്സായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബയ്യേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റും അതായത് 155 എടുക്കാൻ പറഞ്ഞ ട്രേഡാണ്. അത് 165 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ 10 പോയിന്റ് വ്യത്യാസമുണ്ട്. ബേസിക്കലി അതൊരു റിസ്ക് ഉള്ള ഏരിയയാണ്. ഏരിയ മീൻസ് 10 പോയിന്റ് നമ്മൾ വെറുതെ ലിമിറ്റ് വരെ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ എടുക്കണമെന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. അങ്ങനത്തെ ട്രേഡൊക്കെ ഒഴിവാക്കുക. ഇതേ ചാൻസ് വെടിയും വന്നിട്ടുണ്ട് കേട്ടോ. ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി 199.
ഞാൻ 191 പിടിക്കാൻ പറഞ്ഞത്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 8 പോയിന്റ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ലിമിറ്റിൽ വന്നാൽ തന്നെയാണ് ഈ ഒറ്റ അടിക്ക് ക്യാൻഡിൽ വരണം ലിമിറ്റിലേക്ക്, എന്നാലാണ് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇഗ്നോർ ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സേഫസ്റ്റ് പ്ലേ ആയിട്ട് പറയണത് ഞാൻ. അപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ബിഗിനേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ ഒരു ട്രേഡിങ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് വരുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോണ കാര്യങ്ങൾ. നിങ്ങൾ പല സ്ഥലത്തും പല ടൈപ്പിലുള്ള ട്രേഡിങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളോട് ഭയങ്കരമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റാണ് യൂസ് ചെയ്യണത്. ഈ ഫോർമാറ്റിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ച ശൈലികൾ മറന്നിട്ട് വേണം ഇതിലേക്ക് വരാൻ, എന്നാലേ കാര്യമുള്ളൂ. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വരും അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ഫോർഗോട്ട് അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മന്തിൽ നല്ല സക്സസ് വരും. പിന്നെ എൻ്റെ മുമ്പിൽ എനിക്ക് പറയാനുള്ളൊരു ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രേഡിംഗ് ആണ്. ട്രേഡിങ്ങിൽ ലോസ് വരുന്നല്ല ഞാൻ പറയണത്. ഇത് ട്രേഡിംഗ് ആണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് SL വെക്കാൻ പഠിക്കണം. SL വെക്കുക പ്രോപ്പറായിട്ട്. SLൻ്റെ മുകളിൽ വലിയ റിട്ടേൺസ് എടുക്കാൻ നോക്കണം, മനസ്സിലായില്ലേ? SL ഞാൻ 10 പോയിന്റ് വെച്ചു, ഞാൻ 10 പോയിന്റ് പ്രോഫിറ്റ് എടുത്തു, അല്ലെങ്കിൽ 15 പോയിന്റ് പ്രോഫിറ്റ് എടുത്തു. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളുടെ ക്യാപിറ്റലും കിട്ടും പോവില്ല. ക്യാപിറ്റൽ അവിടെ തന്നെ എല്ലാ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് വരും. നിങ്ങൾക്ക് ക്യാപിറ്റൽ വലിയ ഇൻക്രീസ് ഉണ്ടാവില്ല, ക്യാപിറ്റൽ വലിയ രീതിയിൽ കുറയുകയും ചെയ്യില്ല. അതാണ് അങ്ങനത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ പ്രശ്നം. നിങ്ങൾ 10 പോയിന്റ് SL കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 30-40 പോയിന്റെങ്കിലും എടുക്കാൻ നോക്കണം, എന്നാലാണ് ട്രേഡ് ചെയ്യുമ്പോൾ കാര്യമുള്ളൂ, മനസ്സിലായില്ലേ? മന്തിലേക്ക് പറയണം. പിന്നെ SLനെ കാണുമ്പോൾ ഹോൾഡ് ചെയ്യലും പ്രോഫിറ്റിനെ കാണുമ്പോൾ പേടിക്കലും അത് നടക്കില്ല. ആ സൈക്കോളജി അങ്ങനത്തെ ഒരു സൈക്കോളജിയാണ് എല്ലാവരും പഠിക്കുക. അതായത് കാശ് പോകുമ്പോൾ അത് കയറുന്നുള്ള ഒരു ചിന്താഗതി. ആ സംഭവമില്ലേ. നമ്മളൊരു റോബോട്ടാണെന്ന് വിചാരിക്കുക. ഞാനും റോബോട്ടും നിങ്ങളും റോബോട്ടുകളാണ്. അപ്പോൾ നമുക്കൊരു സിസ്റ്റം, അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തൊക്കെ നമ്മൾക്ക് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തൊക്കെ നമ്മൾ ട്രേഡിങ്ങിന് ഇരിക്കുമ്പോൾ അങ്ങനെയാവുക, മനസ്സിലായില്ലേ? ഞാൻ എവിടെ എത്തുമ്പോൾ വിൽക്കും, ഞാൻ എവിടെ എത്തുമ്പോൾ ബുക്ക് ചെയ്യും. അങ്ങനത്തെ 2 മൈൻഡ് സെറ്റിലേക്ക് വരിക. മനുഷ്യന്മാരുടെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈസി ആയിട്ടുള്ള പരിപാടികൾ പറയണത്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയണത്. നമ്മളൊരു മനുഷ്യന്മാരുടെ പോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ പക്ക ഒരു റോബോട്ടിക് ആയിട്ടുള്ള രീതിക്ക് വരണം, എന്നാലേ കാര്യമുള്ളൂ. ലോജിക്കൊന്നുമില്ല ഈ പറയണ കാര്യത്തിലൊന്നും. അതിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സൈക്കോളജി ഒരാൾക്കും നിങ്ങളെ വന്ന് നേരിടാൻ പറ്റില്ല, അതാണ് സത്യം. ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരാൾക്കും നിങ്ങളെ വന്നിട്ട് സക്സസ് ആക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം സക്സസ് ആവണമെങ്കിൽ. അതിനെന്ത് വേണം? നിങ്ങൾക്ക് ചുറ്റും നടക്കണ കുറേ പേടികളുണ്ട്. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽസിൽ കണ്ടിട്ടുള്ള കുറേ പേടികൾ, കുറേ SL പോണത്, SL വെക്കാണ്ട് ട്രേഡിങ്, ഇനി ആ ബ്രേക്കൗട്ട് ഈ ബ്രേക്കൗട്ട് കണ്ടിട്ടുള്ള ട്രേഡിങ്, അതിനൊക്കെ വിട്ടേക്കുക. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ ആൾക്കാർ ഞാൻ പറഞ്ഞ രീതിയിൽ മാത്രം ട്രേഡ് ചെയ്ത് പോവുക, എന്നാലേ കാര്യമുള്ളൂ. ഞാൻ 100% വിന്നിങ് റേറ്റ് ഒന്നും ഞാൻ എൻ്റെ സ്ട്രാറ്റജിക്ക് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. അത് ഞാൻ പറയാമല്ലോ, 100% ഒന്നുമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയണുള്ളൂ. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് രൂപത്തിൽ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്കാവണമെങ്കിൽ ചലഞ്ച് രൂപത്തിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് കമൻസ് ഇടാം, വർക്കായിട്ടില്ല, ഇത് തല്ലിപ്പൊളി സ്ട്രാറ്റജിയാണ്, നിങ്ങൾക്ക് കമൻസ് ഇടാം, ഇഷ്ടം പോലെ കമൻസ് ഇടാം. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കിയിട്ട് കമൻസ് ഇടുക, അല്ലാണ്ട് വെറുതെ ഒന്നെന്ത് കമൻസ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു റോബോട്ട് പോലെ ഇരിക്കുക, എന്നാലേ കാര്യം നടക്കുള്ളൂ. മനുഷ്യന്മാരെ പോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മളൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്തേക്കാണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ അതിനനുസരിച്ച് നടന്നോളൂ. നമുക്ക് ഇത് തന്നെ നോക്കാം കേട്ടോ. ഇത് 22,550p കോസ്റ്റ് എടുത്തിട്ടുള്ള ട്രേഡാണ് ഇന്നത്തെ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്? നമ്മൾ രാവിലെ വരികയാണ്, അതായത് മാർക്കറ്റ് തുറക്കാറാവണുള്ളൂ, അതായത് 9:15 ആവണുള്ളൂ, 9:10 ആയി, നമ്മൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടാവും, ഫ്രീ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ട്രൈക്ക് നിങ്ങൾ നോക്കുക, പ്രൈസ് തന്നിട്ടുണ്ടാവും, ആ പ്രൈസ് നിങ്ങൾ നോക്കുക, ഇങ്ങനെ വരച്ച് വയ്ക്കുക. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ട്രേഡിങ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ബ്രോക്കേഴ്സിൻ്റെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോൾ റെഡ് ക്യാനിൽ ഗ്രീൻ ക്യാനിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ട്രേഡിംഗ് വ്യൂ തന്നെ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒരു കരയിലെത്തിക്കാൻ പറ്റും.
അപ്പോൾ രാവിലെ ഞാൻ ഒരു പ്രൈസ് വന്നിട്ടുണ്ടാവും 86-70 എന്ന് പറഞ്ഞ പ്രൈസ് ഞാൻ തന്നിട്ടുണ്ടാവും. ആ ലെവലിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്? ഇതിൽ ഞാൻ ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് പറയുന്നുണ്ട്, എങ്ങനെ എസ് എല്ലിനെ ട്രെയിൽ ചെയ്യാം, എസ് എൽ പ്രോഫിറ്റ് എസ് എല്ലിൻ്റെ കാര്യം പറയുന്നത്. അല്ലാണ്ട് എസ് എല്ലിലേക്ക് പോയിട്ട് എസ് എല്ലിനെ ട്രെയിൽ ചെയ്യേണ്ട കാര്യമില്ല. പ്രോഫിറ്റ് ആണെങ്കിലും മാത്രമേ ഉള്ളൂ ട്രെയിലിങ്, അല്ലാണ്ട് ഒരു ട്രെയിലിങ് വലിയ എസ് എല്ലിൻ്റെ ഉള്ളിൽ, മനസ്സിലായില്ലേ? പിന്നെ അത് ടാർഗറ്റ് എത്രയാണ് ഞാൻ വെച്ചാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 50 പോയിൻറ്റ് ടാർഗറ്റാണ്, ബാങ്കിൽ 100 പോയിൻറ്റ് ടാർഗറ്റാണ്. എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻറ്റാണ് നിഫ്റ്റിക്ക് എസ് എൽ, 30 പോയിൻറ്റാണ് ബാങ്കിന് എസ് എൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൈസ് വന്നിട്ടുണ്ടാവും. ഈ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് വളരെ ഈസിയുള്ള സ്റ്റഡിയാണ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്ത് ചോദിക്കുക. തൽക്കാലം ഇപ്പോൾ ആ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആ സ്റ്റഡി കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രൈസ് കിട്ടി. ആ പ്രൈസിൻ്റെ മുകളിൽ ഞാൻ ഫസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബൈയേഴ്സ് ക്ലോസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കുക, ബൈയേഴ്സ് ക്യാനൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാനലാണ്. ഗ്രീൻ ക്യാനൽ ക്ലോസിംഗ് അവിടെ നടന്നിട്ടില്ല, ഇത്രയും ദൂരം നടന്നിട്ടില്ല. പിന്നെ കറക്റ്റ് 12-11 ക്യാൻഡലിലാണ് ബൈയേഴ്സ് ക്ലോസ് ചെയ്യുന്നത്. അത് ഗ്രീൻ ക്യാനൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ക്യാനൽ ക്ലോസ് ചെയ്ത് അപ്പം ട്രേഡ് ചാടി കയറി എടുക്കണം എന്നല്ല കേട്ടോ. ഗ്രീൻ ക്യാനൽ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി വരുന്നേ ഉള്ളൂ, മനസ്സിലാക്കുക കറക്റ്റ്. അതിൻ്റെ വേർഡുകൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ഗ്രീൻ ക്യാനൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ആയി വരുന്നുണ്ട് മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ടെൻഡൻസി വരുന്നുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ. അതായത് 86-75 മുകളിൽ നിന്ന് ഒരു 100-150 പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ടെൻഡൻസി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതാണ് ഗ്രീൻ ക്യാനൽ ക്ലോസിങ്. ഇനി റെഡ് ക്യാനൽ ക്ലോസിങ് ഉണ്ട്. ഈ റെഡ് ക്യാനൽ ക്ലോസിങ് അടിയിലാണ് ചെയ്തത്. ഇതിൻ്റെ ക്ലോസ് എവിടെ നോക്കിയേക്കുക, 85-30 അതിൻ്റെ ക്ലോസ് വന്നുണ്ട്. അപ്പോൾ അത് അടിയിലാണ് ചെയ്തേക്കണത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ബേസിക്കലി ഇതിൻ്റെ ഒരു തിയറി, ഞാനിപ്പോൾ ഗ്രീൻ ക്യാനൽ ക്ലോസ് ചെയ്തു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ റെഡ് ക്യാനിൽ അടിയിൽ ക്ലോസ് ചെയ്തു ഓപ്പർച്യൂണിറ്റി ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൈസിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽസ് എൻട്രീസ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എൻട്രി എന്നൊക്കെ പറയുമ്പോൾ കുറേ SMC അടിച്ച ടീമുകൾ വരും. ഇതല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എന്ന് പറയും. ഞാൻ ബേസിക്കലി ഒരു ഡിസ്ക്ലൈമറും കൂടി പറയാം. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്ന ഒരു സെറ്റപ്പാണ്. നിങ്ങൾ ലിക്വിഡിറ്റി എന്നാണ് പറഞ്ഞത്, ഞാൻ ലിക്വിഡിറ്റി തന്നെയാണെന്ന് പറയണത്. അത് ലിക്വിഡിറ്റിയാണ്. ബേസിക്കലി അത് ഓർഡറുകളാണ്, പെൻഡിങ് ഓർഡറാണ്. ഷോർട്ട് ചെയ്ത് വെച്ച ആൾക്കാരുടെ പെൻഡിങ് ഓർഡറുകൾ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് പോകട്ടോ, നല്ല കാര്യമുള്ളൂ. ബൈയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതോടുകൂടി അവിടെ അവരുടെ ഓർഡർ ഉണ്ടാവും. അതായത് ഈ 86 രൂപ 70 പൈസയുടെ മുകളിൽ ഷോർട്ട് ചെയ്ത് നിൽക്കണ കുറേ ഓർഡറുകളുണ്ടാവും. ഈ ഓർഡറുകൾ പിന്നെ എക്സിക്യൂട്ട് ആവുകയാണ്. അവരെ ഓർഡറുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഓർഡറുകൾ അവിടെ എക്സിക്യൂട്ട് ആവുകയാണ്. ബേസിക്കലി എക്സിക്യൂട്ട് ആവണുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാം. സെല്ലേഴ്സിൻ്റെ ഓർഡറുകൾ അവിടെ എക്സിക്യൂട്ട് ആവണുള്ളൂ. പിന്നെ ആ ഓർഡറുകൾ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് എന്ത് വേണം, ഷോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രൈസിനെ അടിയിലേക്ക് കൊണ്ടുവരണം. അതായത് 76, 86 എന്ന് 76, 66 അങ്ങനെ അടിയിലേക്ക് കൊണ്ടുവന്നാലേ അവർക്ക് ലാഭമുള്ളൂ. മനസ്സിലായില്ലേ? ലോജിക്കാണ് പറയണത്. അങ്ങനെ കൊണ്ടുവന്നാൽ ലാഭമുള്ളൂ. ഇത് മുകളിലേക്ക് പ്രൈസ് പോയാൽ അവർക്ക് നഷ്ടമാണ്. അവരുടെ SLകൾ ഇരിക്കുന്നത് മുകളിലാണ്. അതായത് 92, 100 ആ ഭാഗങ്ങളിലൊക്കെ അവരുടെ SLകൾ ഉണ്ടാവാം. ഇപ്പോൾ ബേസിക്കലി ഈ ഗ്രീൻ ക്യാനിൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓർഡറുകൾ എക്സിക്യൂട്ടായി. ബേസിക്കലി ഇവർക്കൊരു പാനിക് സിറ്റുവേഷനും കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു പാനിക്ക് വരികയാണ്. ഗ്രീൻ ക്യാനിൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ പാനിക്കാണ്. അതായത് പ്രൈസിന് മുകളിലേക്ക് കൊണ്ട് ടെൻഡൻസി വരുന്നത് എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ആൾക്കാരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റഡി പോലെ തന്നെ അവർക്കും അറിയാം. ഗ്രീൻ ക്യാനിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള അവരുടെ ഓർഡറുകൾ എക്സിക്യൂട്ട് ആകും. മെയിനായിട്ട് അവരുടെ ഓർഡറുകൾ എക്സിക്യൂട്ട് ആകും. പക്ഷേ ഗ്രീൻ ക്യാനിൽ ക്ലോസിംഗും ആയി. അങ്ങനെ ആകുമ്പോൾ ഈ വിക്സ് നിങ്ങൾ കാണാല്ലേ അവിടുത്തെ, ഇവിടെ കുറേ വിക്കുകൾ വരണ കാണാണ്ട്. ഈ വിക്കുകൾ ഈ ഓർഡറുകൾ എടുക്കുകയാണ്. അതായത് അവർ പെൻഡിങ് ഇടുന്ന ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു ഗ്രീൻ ക്യാനിൽ ക്ലോസിങ് ബോഡി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേറൊരു വേർഡ് കൂടി ഞാൻ പറഞ്ഞു, ബോഡി ക്ലോസ് എന്ന്. അപ്പോൾ ബോഡി ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗെയിമിൽ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ പ്രൈസിൻ്റെ മുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ക്ലോസ്. അങ്ങനത്തെ ബോഡി ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പാനിക്കാവും ചെറുതായിട്ട്. മുഴുവനായിട്ടായിട്ടില്ല, ചെറുതായിട്ട് പാനിക്കാവും. അടുത്ത ക്യാനിൽ തന്നെ അപ്പോൾ അവരെന്ത് ചെയ്യും, ഓർഡർ എക്സിക്യൂട്ട് ആയി ഇവിടെ. പിന്നെ അടുത്ത ക്യാൻഡിൽ തന്നെ ബാക്കിയുള്ള കുറച്ചും കൂടി ഓർഡേഴ്സ് എടുത്തിട്ട് ഇതിനെ അടിയിലേക്ക് കൊണ്ടുവരും സെല്ലേഴ്സ്. അതാണ് റെഡ് ക്യാനിൽ ക്ലോസിങ് അടിയിലേക്ക് വന്നത്. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് നിൽക്കണ സെല്ലേഴ്സിന് ഒരാശ്വാസമായി. കുറച്ച് ഓർഡറുകൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലേക്കൊക്കെ ഞാൻ പോവാം. പക്ഷേ എന്ന് വെച്ചാൽ അത് എക്സ്ട്രീം സ്റ്റഡിയാണ്. അത് കുറച്ച് ഓർഡറിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം സ്റ്റഡിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് പേഴ്സണലി ചോദിക്കുന്നവർക്ക് പറഞ്ഞെടുക്കും. അപ്പോൾ റെഡ് ക്യാനിൽ ക്ലോസിങ് അടിയിൽ വരുന്നതോട് കൂടിയിട്ട് അവർ സേഫ് സോണിലേക്ക് പിന്നെയും പോയെന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് പ്രൈസ് ഇനി അടിയിലേക്ക് ഇറങ്ങി പോവാം എന്നൊരു ഓപ്പർച്യൂണിറ്റി അവർ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് പിന്നത്തെ ക്യാനിൽ പിന്നെയും ഗ്രീൻ ക്യാനിൽ ക്ലോസിങ് മുകളിൽ കിട്ടിയത്. അപ്പോൾ പിന്നെയും എനിക്കായി നല്ല ക്ലോസിങ് ആണ് അത്. അതായത് 86 ഈസി ആയിട്ട് അത് വന്നിട്ട് 91 വരെ പോയിട്ടുണ്ട്. അപ്പോൾ
വലിയൊരു ക്ലോസിംഗ് ആണ് അത്. ബോഡി ലോസ് വന്നത് ഇവിടെയാണ് കേട്ടോ, 89. ബോഡി ലോസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞത് 91 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോസിംഗ് വരുന്ന നേരത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി പാനിക്കാവും. പിന്നെ അവർ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് ഇപ്പോൾ ഈ റെഡ് ക്യാനിൽ ക്ലോസിംഗ് മൂന്നാമത്തെ ക്യാനിലുണ്ട്, ഈ രണ്ടാമത്തെ ക്യാനിൽ ഡോജിയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അവർക്ക് ഫേവറബിളാണ്. ബേസിക്കലി അവരുടെ ഓർഡറുകൾ എക്സിക്യൂട്ടായി. പിന്നെ ഉള്ളത് റെഡ് ക്യാനിലാണ്. ഈ റെഡ് ക്യാനിൽ ക്ലോസിങ്, ഈ ക്ലോസ് ഉണ്ടല്ലോ, ഈ ബോഡി ക്ലോസ് അടിയിലാണ് ക്ലോസ് ചെയ്യേണ്ടവർക്ക്. എന്തിനാണ് അടിയിൽ ക്ലോസ് ചെയ്യിപ്പിക്കണത്? ഇവർ ഓർഡറുകൾ എടുത്തു. ഈ റെഡ് ക്യാൻഡിൽ അല്ല, ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ എല്ലാ പെൻഡിങ് ഓർഡറുകളും എടുത്തിട്ട് അടിയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് പ്രൈസിന് അടിയിലേക്ക് കൊണ്ടുവന്നാലേ അവർക്ക് ലാഭമുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിൽ ക്ലോസിങ് ലെവലിൻ്റെ മുകളിലായി, മനസ്സിലായില്ലേ? അങ്ങനെ ആവുന്ന സമയത്ത് അവർ പാനിക്കായിട്ട് അവരുടെ ഓർഡറുകൾ എക്സിറ്റ് അടിക്കാൻ തുടങ്ങും. ബേസിക്കലി നടക്കുന്ന സിനാരിയോ ഇതാണ്. അവരുടെ ഓർഡറുകൾ അവർ ക്യാൻസൽ ചെയ്ത് തുടങ്ങും. അവർക്ക് ചെറിയ നഷ്ടങ്ങളുള്ളതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കയറുമ്പോൾ കുറച്ച് നഷ്ടത്തിൽ നിൽക്കുന്നുണ്ടാവും. അവർക്ക് എക്സിക്യൂട്ട് ആയാലും ₹1, ₹2 നഷ്ടത്തിലാവും നിൽക്കുന്നുണ്ടാവുക. ആ നഷ്ടം അവർ സഹിക്കും. ഇവിടുന്ന് അവർ എക്സിറ്റ് അടിച്ച് തുടങ്ങും. അങ്ങനെ എക്സിറ്റ് അടിച്ച് തുടങ്ങുന്ന സമയത്താണ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് പിന്നെയും കിട്ടുക മുകളിലേക്ക്, മനസ്സിലായില്ലേ? അപ്പോഴാണ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് അവിടെ കയറിയിട്ട് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ബേസിക്കലി ഇതാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സിനാരിയോസിലും. നമുക്കിവിടെ കാണാം. പിന്നെയും ഇത് കോസ്റ്റ്യോസ് പോയ ട്രേഡാണ്. കോസ്റ്റ്യോസിൻ്റെ കാര്യം പറഞ്ഞാലേ കാര്യമുള്ളൂ. കോസ്റ്റ്യോസ് എന്താ പോയത്? ഇവിടെ കാര്യമായിട്ട് അവർ ശ്രമിച്ചു. അതായത് ഇവിടെ നിന്ന് കയറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വെച്ചിട്ടുള്ള ഇത് ബേസിക്കലി ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഗെയിമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗെയിമിൻ്റെ ഉള്ളിൽ റീറ്റെയിലേഴ്സ് നമ്മളായിട്ടൊന്നും കാണിക്കാനില്ല. ഇവരെന്തെങ്കിലും ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുള്ളൂ. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി. ഈ പ്രൈസിൻ്റെ മുകളിൽ 86ൻ്റെ മുകളിൽ കാര്യമായിട്ട് കയറാൻ നോക്കി, മനസ്സിലായില്ലേ? പക്ഷെ അവിടെ നിൽക്കണ ഷോർട്ട് ചെയ്ത് നിൽക്കണ സെല്ലേഴ്സ് ഉണ്ട്. ആ സെല്ലേഴ്സിൻ്റെ ഓർഡറുകൾ കൂടുതലായതുകൊണ്ട് അവർക്ക് അടിയിലേക്ക് വന്നേ പറ്റൂ. ആ ഓർഡറുകളുടെ അടിയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതിനാണ് ഇത്രയും സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ അവിടെ കയറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓർഡറുകളും ക്യാൻസൽ അടിച്ച് പിന്നെ പ്രൈസ് അടിയിലേക്ക് പോയി. ഇത്ര നേരം ഇതോടെ നിൽക്കുന്ന ടൈം ഉണ്ടല്ലോ, ഈ ഒരു ടൈം, ഇത്രയും ക്യാൻസൽസ് ഉണ്ടായ ടൈം, ഈ ടൈമിലാണ് നമുക്ക് കോസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞത് അടിയിലേക്ക് പോകും, അല്ലെങ്കിൽ മുകളിലേക്ക് മുകളിൽ നമ്മളുണ്ടാവില്ല, അടിയിലേക്ക് പോകും നമ്മളുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഇവിടെ ഈ ഭാഗത്ത്. അതുകൊണ്ടാണ് അത് കോസ്റ്റ് പോയത് കേട്ടോ. പിന്നെ ഇതേ സിനാരിയോ തന്നെ ഇവിടെ നോക്കി നോക്കുക. അതെ സെയിം പ്രൈസ് തന്നെയാണ്. ഈ സെയിം പ്രൈസിൻ്റെ മുകളിൽ പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. പിന്നെ അവിടെ ഒരു ലിമിറ്റ് ഓർഡർ ബൈയാണ്. അവിടെ നിന്ന് ഇത്തിരി അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെയും ബയേഴ്സ് ഒറ്റയടിക്ക് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് നമുക്ക് ടാർഗറ്റ് വെച്ചു. ചെറിയൊരു ടാർഗറ്റ് അവിടെ ബുക്ക് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടാർഗറ്റ് തന്നു. ഇവിടെ കിട്ടാത്ത സംഭവമാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. ഇവിടെ നിന്ന് ഒട്ടേ നമ്മുടെ ഇപ്പോൾ ഷോർട്ട് ചെയ്തേക്കുന്ന സെല്ലേഴ്സ് കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ അതിൻ്റെ ഒരു വ്യാപ്തി കൂടുതലാവും. അവരുടെ ഓർഡറുകളുടെ കുറവുകളുണ്ടാവും ഷോർട്ട് ചെയ്തേക്കുന്ന സെല്ലേഴ്സിൻ്റെ. പിന്നെ കയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലതായതുകൊണ്ടാണ്, നല്ല പവർ ഉള്ള ഓർഡറുകൾ അവിടെ വന്നുകൊണ്ടാണ് ഇത് ഇത്രയും കയറിയിരിക്കണത് മുകളിലേക്ക്. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെയും ഇതേ ഷോർട്ട് ചെയ്ത സെല്ലേഴ്സ് പിന്നെയും അതേ പ്രൈസിൻ്റെ മുകളിൽ വരും, പ്രൈസിനെ അടിയിലേക്ക് കൊണ്ടുപോകും, പിന്നെയും മുകളിലേക്ക് കൊണ്ടുവരും. പക്ഷെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ 86.70 എന്ന് പറഞ്ഞ പ്രൈസിന് മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഇടയിൽ വേറൊരു ട്രേഡ് നടക്കില്ല. അതാണ് അതിൻ്റെ ഉള്ളത്തെ ഒരു പ്രശ്നം. നമുക്ക് ഇത്രയും വലിയ ക്യാൻഡിൽ എവിടെയും കാണാൻ പറ്റില്ല ഇവിടെ, മനസ്സിലായില്ലേ? ഗ്രീൻ ക്യാൻഡിൽസ് ഈ ഫസ്റ്റ് ക്യാൻഡിൽസിലേക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഈ ഭാഗത്തൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാൻഡിൽ കിട്ടണമെങ്കിൽ അത്രയും നല്ല പ്രൈസിൽ നമ്മൾ ട്രേഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് പറ്റുള്ളൂ. അതൊക്കെ ഇപ്പോൾ രാവിലത്തെ ട്രേഡിലേക്ക് പോകാം. 48,900 ഇത് നമ്മൾ നോക്കി നോക്കുക. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ തന്നെ ലെവലിൽ നിന്ന്, അതായത് 482 ഞാൻ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ റിജക്ട് ചെയ്തു. രണ്ടാമത്തെ മിനിറ്റ് ക്യാൻഡിൽ ബയേഴ്സ് ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു പോകണില്ല, ബയേഴ്സ് ലോസ് ചെയ്യുമ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്ക് എന്ത് വേണം? സെല്ലേഴ്സ് റിജക്ഷൻ വേണം. അത് കഴിഞ്ഞിട്ട് ലിമിറ്റിക്ക് സെല്ലേഴ്സ് റിജക്ഷൻ കറക്റ്റ് ലെവലിൻ്റെ മുകളിൽ കിട്ടി കഴിഞ്ഞാൽ ലിമിറ്റിൽ നിന്ന് ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ ഇത്തിരി അടിയിക്ക് പ്രൈസ് വരുന്ന നേരത്ത് ഡിമാൻഡിൽ നിന്നും ഓർഡർ എടുക്കാം. ഈ രണ്ട് സിനാരിയോ ഇതിൻ്റെ ഉള്ളിൽ നടക്കും. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കണത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇത്ര നേരം. ഇനി ഞാൻ ഈ ട്രേഡ് ആക്ടിവേറ്റ് ആയി നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എത്ര SL എത്രയാണ്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് പഞ്ച് ചെയ്യേണ്ടത്, അതാ പറയാൻ പോകുന്നത് കേട്ടോ. 48,900 എന്ന് നോക്കുക. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. എന്നിട്ട് നമുക്കത് 3 ഓപ്ഷനാണ്. ഈ ഒരു ട്രേഡിൽ 3 ഓപ്ഷനുണ്ട്. അതായത് ഇവിടെ നമുക്ക് ട്രേഡ് ഈ ഒരു ക്യാനിലോട് കൂടിയിട്ട് റെഡ് ക്യാനിൽ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ലോസിനോട് കൂടി നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയ ശേഷം നമുക്ക് 3 ഓപ്ഷനുണ്ട്. അതായത് ഒന്നെങ്കിൽ ഇത് അത്യാവശ്യം
ഈ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റ് ഏതാണ്? ഞാൻ തന്ന പ്രൈസാണ് ലിമിറ്റ്. അതായത് 482 40 ഒരു ലിമിറ്റ് വരണം. ഒന്നെങ്കിൽ നിങ്ങൾ ലിമിറ്റിൽ ബൈ ചെയ്യുക, അല്ലെങ്കിൽ അത്യാവശ്യം മുകളിൽ ബൈ നമ്മൾ ഇടുന്ന എസ് എൽ അപ്പം ആലോചിക്കുക. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇടുന്ന 30 പോയിന്റ് എസ് എല്ലാണ്. 30 പോയിന്റ് എസ് എല്ലിന് നിങ്ങളൊരു 10 പോയിന്റ് ഇടയിൽ എടുത്താലും പ്രശ്നമില്ല. അതായത് 482 പകരം 492 നിങ്ങൾ ബൈ പഞ്ച് ചെയ്താലും പ്രശ്നമില്ല അവിടെ, ബേസിക്കലി പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റിൻ്റെ അടിയിലേക്ക് എസ് എൽ സൈഡിലേക്ക് വരുന്ന നേരത്തും നിങ്ങൾക്ക് ഓർഡർ പഞ്ച് ചെയ്യാം. അതായത് 482 അടിയിലേക്ക് പെട്ടെന്ന് ക്യാൻഡിൽസ് വരികയാണ്, അതായത് റെഡ് ക്യാൻഡിൽസ് പെട്ടെന്ന് അടിയിലേക്ക് ഫോം ആവണമെങ്കിൽ അത് ഈസി ആയിട്ട് അടിയിൽ നിന്ന് എസ് എൽ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഓർഡർ പഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓർഡർ അടിയിൽ നിന്നും പഞ്ച് ചെയ്യണം, അങ്ങനെ തന്നെ സിനാരിയോ ആണെങ്കിൽ. അല്ലെങ്കിൽ ലിമിറ്റിൽ തന്നെ എടുത്ത് വയ്ക്കുക. ഒന്നെങ്കിൽ ലിമിറ്റിൽ എടുക്കുക, അല്ലെങ്കിൽ എസ് എൽ സൈഡ്, അതായത് അടിയിലേക്ക് ഒരു 10-20 പോയിന്റ് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ 10-20 പോയിന്റ് അടിയിൽ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ ഡിമാൻഡിൽ എടുക്കുക, അതായത് 10 പോയിന്റ് വ്യത്യാസത്തിന്, ബാങ്ക് നിഫ്റ്റി 10 പോയിന്റ് വ്യത്യാസത്തിന് നിങ്ങൾ എടുക്കുക. 482 മേടിക്കാൻ പറഞ്ഞു, 492 എടുക്കുക. ഇങ്ങനത്തെ ഒരു 3 സെറ്റപ്പ് പയ്യുണ്ട്, അതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ. പിന്നെ ട്രെയിലിംഗ് എസ് എൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എസ് എല്ലാണ്. പ്രോഫിറ്റ് എസ് എൽ എപ്പോഴും വെക്കുമ്പോഴും പ്രോഫിറ്റ് എസ് എല്ലിൻ്റെ അർത്ഥം തൊട്ടാ, പ്രോഫിറ്റ് എസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കണം കാര്യം. അതായത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിന്റാണ് പിടിക്കണത്, അതായത് പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് എസ് എൽ വയ്ക്കുമ്പോൾ ഒരു 60 രൂപയിൽ കയറിയിട്ട് വെച്ചാൽ മതി, മനസ്സിലായില്ലേ? ഇപ്പോൾ 100 രൂപ ടാർഗറ്റ് വെച്ച ട്രേഡാണ്, അതൊരു 70 രൂപ പോയി. അപ്പോൾ നിങ്ങൾ 60 കൊണ്ടുപോയിട്ട് വെച്ചോ, പ്രോഫിറ്റ് എസ് എൽ വെച്ചോ കൊണ്ടുപോയിട്ട്, മനസ്സിലായില്ലേ? ആ അടിച്ചു പോലും പ്രശ്നമില്ല. നിങ്ങൾക്ക് 60 രൂപ 60 പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അവിടെ. അതാണ് പ്രോഫിറ്റ് എസ് എൽ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, പഠിക്കുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. ഏതെങ്കിലും ഒരു ക്യാൻഡലിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക നിങ്ങൾ. ഒരു ട്രേഡോ അല്ലെങ്കിൽ 2 ട്രേഡൊക്കെ ആവും നല്ല ഹ്യൂജ് പ്രോഫിറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി മുകളിലേക്ക് പോകുന്ന ട്രേഡാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10 പോയിന്റ് ഗ്യാപ്പിൽ വെച്ചിട്ട് അത് കൂട്ടി പോവുക. അതാണ് എളുപ്പമുള്ള പരിപാടി. അല്ലാണ്ട് ഒരു ക്യാൻഡലിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു 30 പോയിന്റിൻ്റെ ക്യാൻഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അടിയിൽ നിങ്ങൾ 30 പോയിന്റ് കൊണ്ടുവയ്ക്കേണ്ടി വരും. നിങ്ങൾ ഓൾറെഡി 70 പോയിന്റ് എത്തിയിട്ട് ട്രേഡ് ആവും. അതിന് 30 പോയിന്റ് അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്കി 40 പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വേണ്ട, നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പോയാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ 60 പോയിന്റൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2 ട്രേഡ് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ആവും, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുക. ഇത് അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-250 പോയിന്റ് കിട്ടേണ്ട ട്രേഡാണിത്. ഈസി ആയിട്ടാണ് പറയുന്നത് ഞാൻ. 200 പോയിന്റ് എന്തായാലും കിട്ടും ഈ ട്രേഡിൽ. അങ്ങനെയാണ് പ്രോഫിറ്റ് എസ് എൽ വയ്ക്കേണ്ടത്. ടാർഗറ്റ് ഞാൻ പറയണ ടാർഗറ്റാണ്, അതായത് ബാങ്ക് നിഫ്റ്റി 100 നിഫ്റ്റി 50 ഇത് തന്നെയാണ് ടാർഗറ്റ്. ഇതിന് വേറെ പ്രീവിയസ് ഹൈയും ലോയും ഒന്നും ഇല്ല. അത് ഞാൻ ഫിക്സഡ് ആക്കി വെച്ചിട്ടുള്ള ടാർഗറ്റുകളാണ്. സെൻസസിനാണെങ്കിൽ 200 പോയിന്റാണ് ടാർഗറ്റ്, 40 പോയിന്റാണ് സെൻസസിന് എസ് എൽ, 200 പോയിന്റാണ് ടാർഗറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് എസ് എല്ലൊക്കെ വെക്കണ നേരത്തെ നിങ്ങൾ മാക്സിമം പ്രോഫിറ്റിൽ തന്നെ വെക്കാൻ നോക്കുക, നല്ല പ്രോഫിറ്റിൽ തന്നെ വെക്കാൻ നോക്കുക, എന്നാലാണ് കാര്യമുള്ളൂ. നിങ്ങൾ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് എസ് എൽ വയ്ക്കുമ്പോൾ നിഫ്റ്റി ഒരു 40 പോയിന്റ് മൂവ് ചെയ്ത ശേഷം ഒരു 35 പോയിന്റ് കൊണ്ടുപോയിട്ട് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുക, മനസ്സിലായില്ലേ? പ്രോഫിറ്റ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുക. 5 പോയിന്റ് കൊടുത്താൽ മതി. 35 പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ പോയിന്റാണ്. നിങ്ങൾ 40 പോയിന്റ് പോകുമ്പോൾ 35 പ്രോഫിറ്റ് എസ് എൽ വയ്ക്കുക. അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിലാകുമ്പോൾ 60 പോയിന്റ് പോകുമ്പോൾ 70 പോയിന്റ് പോകുമ്പോൾ 60 പോയിന്റ് കൊണ്ടിട്ട് പ്രോഫിറ്റ് എസ് എൽ വയ്ക്കുക. 60 പോയിന്റ് വലിയ പ്രോഫിറ്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ, ഇല്ലയെന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞത് പിന്നെയുള്ള റണ്ണ് നിങ്ങൾ ക്യാച്ച് ചെയ്തോ, പ്രശ്നമില്ല. പ്രോഫിറ്റ് എസ് എല്ലിനെ കൂട്ടി കൊണ്ടുപോകുക. കറക്റ്റ് 5 പോയിന്റ് 10 പോയിന്റ് വ്യത്യാസത്തിൽ പ്രോഫിറ്റ് എസ് എൽ വെക്കുക, മാക്സിമം പ്രോഫിറ്റ് എടുക്കുക, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ 1:1 അതായത് 10 പോയിന്റ് എസ് എൽ ഒരു 15 പോയിന്റ് ടാർഗറ്റ്, അങ്ങനത്തെ ചെറിയ ടാർഗറ്റ് മതി എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. നിങ്ങൾ എത്ര ലോട്ട് കൂട്ടിയിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലോട്ട് കൂട്ടിയാലും ഇതാ പരിപാടി ചെയ്യാൻ പോണത്. നിങ്ങൾ 10 പോയിന്റ് എസ് എൽ കൊടുക്കണം, അല്ലെങ്കിൽ 15 ടാർഗറ്റ് കൊടുക്കുക. നിങ്ങൾ മന്തെൻഡിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാനിഷ് ആവില്ല, അതവിടെ ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും മാത്രം പ്രോഫിറ്റും വരില്ല, അതിനും മാത്രം ലോസും വരില്ല. അങ്ങനത്തെ ലെവലിൽ എല്ലാ മാസവും ന്യൂട്രലിൽ പോകേണ്ട വരും. നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോട്ട് സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലോട്ട് ഇപ്പോൾ ഒരു 2 ലോട്ട് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ നിങ്ങളൊരു മാസം 2 ലോട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ലോട്ടിനെ 10-20 ആക്കിയിട്ട് കാര്യമില്ല. പ്രൈസ് കുറഞ്ഞനുസരിച്ച് ലോട്ട് കൂട്ടിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ സിനാരിയോസ് അത് ഞാൻ പറയണില്ല, സിനാരിയോസ് വരെ നമ്മൾ എന്തെങ്കിലും ചെയ്തോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ട്രേഡിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലോട്ടിന് ചെയ്യുന്ന ആൾക്കാരെ 2 ലോട്ട് തന്നെ ചെയ്യുക. അത്യാവശ്യം പ്രോഫിറ്റ് 2 ലോട്ട് തന്നെ വരും. 1 ലോട്ട് തന്നെ നല്ല പ്രോഫിറ്റ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2 ലോട്ട് ചെയ്യുമ്പോൾ അതിനും കൂടുതലും പ്രോഫിറ്റ് കിട്ടും. പിന്നെ പ്രോഫിറ്റിനെ അതായത് നമ്മൾ ലോട്ട് എടുക്കണതിനെ എങ്ങനെ സേഫ് ആക്കാം. ഞാനിപ്പോൾ ട്രെയിലിംഗ് എസലിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളൊരു 40 പോയിന്റ് നിഫ്റ്റി മൂവ് ശേഷം 35 പോയിന്റ് ട്രെയിലിംഗ് എസൽ വയ്ക്കണം. എസലിനെ മെയിൻറ്റെയിൻ ചെയ്യട്ടോ. പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 10 പോയിന്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1 ലോട്ടിനെ വിട്ടിട്ട് ബാക്കി 1 ലോട്ടിനെ
SL തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തിരിച്ച് വന്ന് SL അടിച്ചാൽ നിങ്ങൾക്ക് ബ്രോക്കറേജ് മാത്രമേ പോകണുള്ളൂ. അതിപ്പോൾ 2 ലോട്ട് എടുത്താലും ശരി 10 ലോട്ട് എടുത്താലും ശരി, നിങ്ങൾ 10 ലോട്ട് എടുക്കണമെങ്കിൽ 5 ലോട്ടിന് 10 പോയിന്റ് കയറുമ്പോൾ വിൽക്കുക, ബാക്കി 5 ലോട്ടിന് SL തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ബാക്കി എല്ലാത്തിനും റൺ ചെയ്യിക്കുക. മനസ്സിലായില്ലേ? ബാക്കി 5 ലോട്ടിന് റൺ ചെയ്യിക്കുക. എന്നിട്ട് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റ് എടുക്കുക, ട്രെയിലിംഗ് SL വയ്ക്കുക, പ്രോഫിറ്റ് എടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്രയും ഹൈ പ്രോബിലിറ്റി ആണ് അത്യാവശ്യം പ്രോഫിറ്റ് എടുത്തെടുത്ത് പോകാൻ. നിങ്ങൾ എപ്പോഴും കുറഞ്ഞ ലോസ് കൊടുക്കുക, അതായത് 10 പോയിന്റ് നിഫ്റ്റിയിൽ കൊടുക്കുക, ഒരു 40 പോയിന്റ് 50 പോയിന്റ് നിഫ്റ്റിയിൽ എപ്പോഴും ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. പിന്നെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നമുക്ക് കുറേ ഡൗട്ടുകളുണ്ടാവും, അതൊക്കെ ഇതിൽ ക്ലിയർ ആവണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി പ്രീവിയസ് ഒരു 10-15 വീഡിയോ ബാക്കിലേക്ക് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ എല്ലാ വീഡിയോസും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടാലും മതി. നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു 10 വീഡിയോ ബാക്കിൽ നോക്കിയാൽ മതി, എന്ന് വെച്ചാൽ എല്ലാതും കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. കുറേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, SL എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ടാർഗറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്ത് പോകേണ്ടത്, ഇതൊക്കെയും പറഞ്ഞിട്ട് കുറേ ചെയ്യാനുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇത് ആഡ് ചെയ്തേക്കണത്. പ്രീവിയസ്ലി നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആൾക്കാർക്കും, ഇനി പുതിയതായിട്ട് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളവർക്കും, ഓൾറെഡി ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതൊക്കെയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്തിരി മണി അവർക്ക് അവരുടെ ട്രേഡിങ്ങിൽ അവരുടെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടാൻ ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ജെന്യുവനായിട്ടുള്ള കമൻറ്റുകളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. ഇപ്പോൾ ഇന്ന് അത്യാവശ്യം കൺസോൾട്ടേഷൻ ആയിരുന്നു നിഫ്റ്റി. നാളെ അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.